എന്റെ നിർമ്മലേ, നിങ്ങൾ പോയേ പിന്നുണ്ടല്ലോ ഇവളെന്നെ നിലത്ത് നിർത്തിയിട്ടില്ല. മുത്തശ്ശി മുത്തശ്ശി എന്നും പറഞ്ഞ് കയ്യെ തൂങ്ങിക്കൊണ്ട് പറമ്പായ പറമ്പ് മുഴുവൻ നടത്തലായിരുന്നു. പിന്നെ ദേ എവൻ വന്ന് ഈ കുന്ത്രാണ്ട് എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോഴാ ഒന്ന് അടങ്ങിയത്. വീട്ടിലേക്ക് കയറുന്നില്ലേ മോനെ? ഇല്ല, ഞങ്ങൾ ചെന്നിട്ട് വേണം ഇൻവിറ്റേഷനിലേക്ക് അഡ്രസ് ചെയ്താൽ. അച്ഛൻ കാത്തിരിക്കുക. ഓ, പറഞ്ഞ പോലെ കല്യാണം ഇങ്ങനെ നടത്തല്ലോ. പത്മനാഭൻ ചേട്ടൻ ഇപ്പൊ ഇരിക്കപ്രതി ഉണ്ടാവില്ല. ഇനി ഒരു കല്യാണം നടത്താനാണെങ്കിൽ സോണിമോള് വലുതായിട്ട് വേണ്ടേ? മോളെ, നമുക്ക് കിടക്കാം. സോണിക്കുട്ടി അച്ഛന്റെ അടുത്താണോ കിടക്കുന്നേ, അമ്മയുടെ അടുത്താണോ കിടക്കുന്നേ? ഞാനേ എന്റെ പേര് നടുക്കാ കിടക്കുന്ന. ഇവനൊരു നാണോ ഇല്ലല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അല്ല, കല്യാണത്തിന് ഇനി ഇത്രയും ദിവസങ്ങളേ ഉള്ളൂ. കല്യാണ പെണ്ണിന്റെ വീട്ടിൽ എപ്പോഴും എങ്ങനെ ഇടിച്ച് കയറുകയെന്ന് വെച്ചാൽ ആ നാണക്കേടെ ഞാനങ്ങ് സഹിച്ചു. ഇല്ലേ മോളെ? ആ പിന്നെ നന്ദു വന്നത് ഏതായാലും നന്നായി. ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാനിരിക്കുകയായിരുന്നു. എന്താ? 18-ാം തീയതി സോണിമോളുടെ ബർത്ത്ഡേ ആണ്. നന്ദു വരണം. 21-ാം തീയതി കല്യാണമാണെന്ന് കരുതി ഡെലിക്കസി ഒന്നും വേണ്ട. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഫോർമാലിറ്റിയും വേണ്ട. വേറെ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രം. നന്ദു വരണം കേട്ടോ. ആ കല്യാണത്തിന് മുമ്പ് ഒന്നുകൂടെ കയറി വരാൻ അവനൊരു ചാൻസ് കൂടെ. എന്റെ യോഗം. നന്ദു എത്തിയല്ലോ. എന്താ വൈകുന്നെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. കേട്ടോ, സംഭവമൊക്കെ റെഡിയാണല്ലോ. പിന്നെ ഹായ്, ഹാപ്പി ബർത്ത്ഡേ സോണിമോൻ. താങ്ക് യു അങ്കിൾ. മോളെ,
മറന്നു പോളിയാ. അങ്കിൾ ഇതൊന്ന് വായിച്ചു. ഞാൻ വായിക്കാം, മോളിരി. ഇനിയിപ്പോ ഈ രാത്രി പോണോ നന്ദു? അയ്യോ, പോണം. നമുക്ക് ഇവിടെ കൂടെ വേണോ നന്ദു? അത് പറ്റില്ല. കല്യാണത്തിന് ഇനി 3 ദിവസമല്ലേ ഉള്ളൂ. അവിടെ ആൾക്കാരൊക്കെ എത്തുമല്ലോ. അവിടെ ചെന്നിട്ട് കുറെ അറേഞ്ച്മെന്റ്സ് ചെയ്യാനുള്ളതാണ്. എന്നാ ചെല്ലേ, കൂടുതൽ വൈകിക്കണ്ട. നീ വരുന്നില്ലേ? അയ്യോ, നല്ലൊരു ദിവസമായിട്ട് ഞാൻ ഇവിടെ നിന്ന് വയറ് നിറച്ചു എല്ലാം കഴിച്ചിട്ടേ വരുന്നുള്ളൂ. അല്ലേ കേട്ടാ? ഇങ്ങനൊരു സാധനം. അപ്പൊ ശരി, എല്ലാവരോടും. സീതയോട് മാത്രമായിട്ട് യാത്ര ചോദിക്കായിരുന്നത്. ഇവരെല്ലാം ചുറ്റും നിൽക്കുന്നുണ്ട്. പോട്ടെ. പോട്ടെ. ശരി. നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യും. ശരി. ടാറ്റാ.
സീത, സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? വിധിയുടെ നിശ്ചയം എങ്ങനെയാണെന്ന് വെച്ചാൽ സഹിക്കയില്ലേ നിവൃത്തിയുള്ളൂ. അച്ഛാ, നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. പക്ഷേ അത് നമ്മൾ പുറത്ത് ഭാവിച്ചുകൊണ്ടിരുന്നാൽ സീതയുടെ മുന്നിലെങ്കിലും നമ്മൾ പ്രസന്റായിട്ട് പെരുമാറണം. എങ്കിലേ അവളെ ഈ ഷോക്കിൽ നിന്ന് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. I understand, Sedu, but മോളെ, നിർമ്മല എവിടെ? മുറിയിലുണ്ട്. അല്ലെങ്കിലേ നിനക്ക് സുഖമില്ലാത്തത്. പ്രത്യേകിച്ച് ഗർഭിണിയായിരിക്കുമ്പോ സൂക്ഷിക്കണേ കുഞ്ഞെ. ആദ്യ പിടിച്ച് തൂക്കേടൊന്നും വരുത്തി വെക്കല്ലേ. എന്റെ കാര്യത്തിൽ സമാധാനമുണ്ട്. പാവം സീതയുടെ കാര്യം ഓർക്കുമ്പോ സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താ കാര്യം? വന്നതില്ലാതാക്കാൻ പറ്റുമോ? അതല്ല ചിറ്റുന്നേ, നന്ദു മരിച്ചെന്നറിഞ്ഞ പിന്നെ അവളൊന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പോലുമില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ചിരിക്കുക. എനിക്കതാണ് പേടി. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒരു മരിച്ച വീട് പോലെ എല്ലാരും ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കാൻ? അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, ആരാ ഇവിടെ മരിച്ചത്? ഞാൻ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചൊരു ഭാഗ്യമായിരുന്നു. താലി കെട്ടിയതിന് ശേഷമായിരുന്നു സംഭവിച്ചിരുന്നെങ്കിലോ? അല്ല, അപകടം സംഭവിക്കാൻ ഇപ്പൊ ഇന്ന സമയമൊന്നും ഇല്ലല്ലോ. ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ആ മുഹൂർത്തത്തിൽ തന്നെ ഒരു ചെറുക്കനെ തപ്പിയെടുത്ത് കല്യാണം നടത്തി കൊടുത്തേ. ജീവിതത്തിൽ പ്രാക്ടിക്കലാണെന്ന് നായരെ. അച്ഛാ, ആ ഒന്നിങ്ങോട്ട് വരൂ. അച്ഛൻ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ചാലോ? ആ സമയത്തിന് എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? എടാ, മനസ്സിൽ എത്തിരിക്കും വെച്ച് താമസിക്കും, പെണ്ണിനെ ഇറക്കി വിടണം. അതാ ബുദ്ധി. അച്ഛാ പ്ലീസ്. ആ എനിക്കെന്നാ, ഞാൻ പറയാനുള്ള പറഞ്ഞു, അത്ര തന്നെ. ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്കാർക്കും അവളുടെ മനസ്സറിഞ്ഞുകൂടാഞ്ഞിട്ടാ. അവളുടെ മനസ്സാകെ തകർന്നു നിൽക്കുമ്പോൾ ഇനി ഇവിടെ നിന്നുകൂടി വിട്ടുനിന്നാലോ?
സീത, നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ഒന്നും കഴിക്കാറില്ലേ? എന്നേക്കാൾ ക്ഷീണം ചേച്ചിക്കാണല്ലോ. അത് പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ. എന്നെപ്പോലാണോ നീ? ദേ, ഒരു കാര്യം, ഞങ്ങളിവിടെ വന്നത് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനാണ്. അതിനിടയ്ക്ക് ചേച്ചി അനിയത്തിയും കൂടെ ദുഃഖത്തിന്റെയും ക്ഷീണത്തിന്റെയും കാര്യം പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങ് പോയേക്കാം. നമുക്കൊരു പണിയാ സേതുവേട്ട. ഇന്ന് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തേക്ക് പോകാം. അയ്യോ, എനിക്ക് കുറച്ച് നോട്ട്സ് തയ്യാറാക്കാനുണ്ട്. നിങ്ങൾ പോയിക്കോ, ഞാനില്ല. സീത, ഇത് കേൾക്കുമ്പോ എനിക്കൊരു മാതിരി. ഒരു ഈവനിങ് ഞങ്ങളോട് ചെലവഴിച്ചുകൊണ്ട് പോകുന്ന പഠിത്തമുണ്ടല്ലോ, അതങ്ങ് പൊയ്ക്കോട്ടെ. അല്ലേ സേതുവേട്ട? അതെ, കമോൺ സീത. ഹരിയാണ് വിളിക്കുന്നത്. സീതേ, പോയി നല്ല കുട്ടിയായിട്ട് വന്നു. വാ സീതേ. വാ ആന്റി. കൽക്കണ്ടം ചുണ്ടിൽ കർപ്പൂരം കണ്ണിൽ കിളിമകളെ പഴമുതിരും ചോലകളിൽ പാടാൻ കഥ പറയാൻ പാടാൻ കഥ പറയാൻ കൽക്കണ്ടം ചുണ്ടിൽ കർപ്പൂരം കണ്ണിൽ അല്ലിയോ ഇല്ലിയോ പൂത്തുലഞ്ഞ പൂമണം അങ്ങു ദൂരെ നിന്നേതോ തെന്നലേറ്റു വാങ്ങുമ്പോ ആ സുഗന്ധവാഹിയിൽ ഊയലായാടുവാൻ കൽക്കണ്ടം ചുണ്ടിൽ ആഴിയും ഊഴിയും ഒന്നൊടൊന്നു ചേർന്നതും മേലെ നിന്ന് പൂമാനം മഞ്ഞുനീർ കുടഞ്ഞതും ഓർമ്മയിൽ പൂവിടും ജീവനുള്ള നാൾ വരെ കർപ്പൂരം കണ്ണിൽ കിളിമകളെ പഴമുതിരും ചോലകളിൽ
ഒരു അബോർഷൻ ആണോന്ന് സംശയമുണ്ട്. ഉടനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയേ പറ്റൂ. പ്ലീസ് ഡോക്ടർ.